വാനിലുയരെ ചെങ്കൊടി പറക്കാൻ ഉയരേകിയ സഖാവ്, പട്ടിണിയുടെ രാഷ്ട്രീയ ആലയിൽ മെരുക്കിയെടുത്ത വാരിക്കുന്തങ്ങളാൽ ജന്മിത്തത്തെയും രാജവാഴ്ചയെയും പൊരുതിക്കീഴടക്കിയ പോരാളി, കേരളത്തിൻ്റെ സമരചരിത്രത്തിലെ ചുവന്ന പൊട്ടായ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നായകൻ, അധ്വാനവർഗത്തിൽ നിന്നും പടിപടിയായി ഉയർന്നുവന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയ തൊഴിലാളി, ജനസഞ്ചയത്തെ ആവേശത്തിലാഴ്ത്തുന്ന പ്രാസംഗികൻ, സമരോത്സുകതയും വിപ്ലവവീര്യവും നിറഞ്ഞ ചെങ്കൊടിച്ചുവപ്പുള്ള രണ്ട് രാഷ്ട്രീയ അക്ഷരങ്ങൾ, നീട്ടിയും കുറുക്കിയും കേൾവിക്കാരെ രസിപ്പിക്കും വിധത്തിലുള്ള ചാട്ടുളി പ്രസംഗങ്ങളിലൂടെ പാർട്ടിക്കുള്ളിലെയും പുറത്തെയും എതിരാളികളെ നിലംപരിശാക്കിയ നേതാവ്. 1923 ഒക്ടോബർ 23 ആലപ്പുഴയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കാമ്മയുടെയും മകനായി ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് 7ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച കുട്ടി തുണിക്കടയിലും പിന്നീട് ആസ്പിൻ വാൾ കമ്പനിയിലും തൊഴിലാളിയായി. 17ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. ഈ വിശേഷണങ്ങൾക്കെല്ലാം രണ്ടക്ഷരത്തിൽ തീരുന്ന ഒരു പേരാണുള്ളത്. ആലപ്പുഴയിലെ തയ്യൽ തൊഴിലാളിയിൽ നിന്നും ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാവായി ഉയർന്നുവന്ന VS അച്യുതാനന്ദൻ. സ്വന്തം നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ സമീപകാല കേരള ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS മലയാളിയെ സംബന്ധിച്ച് വ്യവസ്ഥയ്ക്കുള്ളിലെ വിപ്ലവങ്ങളുടെയും വിയോജിപ്പുകളുടെയും സഖാവാണ്. പാർട്ടിക്കുള്ളിലും പുറത്തും തനിക്ക് അനീതിയാണ് എന്ന് ബോധ്യപ്പെടുന്ന എന്തിനോടും ഏതിനോടും കലഹിക്കുന്നതിൽ VSന് വിട്ടുവീഴ്ചയുണ്ടായിരുന്നില്ല. ഒരു വ്യാഴവട്ടക്കാലം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിൽ CPMനെ നയിച്ച VSനെ എക്കാലത്തും നയിച്ചത് ലെനിനിസ്റ്റ് സംഘടനാ ബോധ്യങ്ങളുടെ നേർരേഖയായിരുന്നു. സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് കലഹിക്കുമ്പോഴും അച്ചടക്കത്തിൻ്റെ ചാട്ടവാർ വീശുമ്പോൾ അദ്ദേഹം അതനുസരിച്ച് അച്ചടക്കമുള്ള പാർട്ടിക്കാരനാകും. തിരുവിതാംകൂറിലെ തൊഴിലാളി യൂണിയൻ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച കൗമാരക്കാരൻ 1939 തൻ്റെ 16ാം വയസ്സിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. അടുത്ത വർഷം തന്നെ ആ കൈകളിൽ ചെങ്കൊടിയേന്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരിക്കെ അതിക്രൂരമായ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയെങ്കിലും VSലെ പോരാട്ടവീര്യത്തെ തകർക്കാൻ അതിനൊന്നിനുമായില്ല. 5 വർഷത്തിലേറെ നീണ്ട ജയിൽവാസവും 4 വർഷത്തോളം നീണ്ട ഒളിവു ജീവിതവും VS എന്ന രാഷ്ട്രീയക്കാരനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. 1964 CPI നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPM രൂപീകരിച്ച 32 സഖാക്കളിൽ ഒരാളാണ് VS. 7 തവണ കേരള നിയമസഭയിൽ അംഗമായി. 1 തവണ മുഖ്യമന്ത്രിയായ VS 3 തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവ് എങ്ങനെയാകണമെന്നതിന് റോൾ മോഡലായി VS മാറി. പലരും കരുതുന്നത് പോലെയോ അവകാശപ്പെടുന്നത് പോലെയോ CPMലെ വിഭാഗീയതയെന്നും ഉൾപാർട്ടി സമരമെന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അധികാര മത്സരങ്ങളായിരുന്നില്ല VSനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിയത്. 1980കളുടെ 2ാം പകുതി മുതൽ, അതായത് CPM സംസ്ഥാന സെക്രട്ടറിയായി തുടരുന്ന കാലത്താണ് VS ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടു തുടങ്ങിയത്. കേരളത്തിൽ ഉയർന്നു വന്ന നിരവധി തൊഴിൽ സമരങ്ങളിൽ VS സജീവമായി ഇടപെട്ടിരുന്നു. പ്രത്യേകിച്ച് കയർ കശുവണ്ടി മേഖലയിലെ സമരമുഖങ്ങളിൽ VS എന്ന രണ്ടക്ഷരം വ്യക്തതയോടെ തൊഴിലാളികൾക്കൊപ്പം നിന്നു. 1985 പൊട്ടിപ്പുറപ്പെട്ട ഇടമലയാർ അഴിമതി കേസിൽ 4 നൂറ്റാണ്ടിന് ശേഷം സുപ്രീം കോടതിയിൽ നിന്നും ചരിത്രവിധിയുണ്ടായപ്പോൾ ആർക്കും മറക്കാനാകാത്ത പേരായത് VS അച്യുതാനന്ദൻ എന്ന അഴിമതി വിരുദ്ധ പോരാളിയുടേതായിരുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി അഴിമതി കേസിൽ ജയിലിലടയ്ക്കപ്പെടുന്നത് അന്നായിരുന്നു. ഇടമലയാറിൽ ഒതുങ്ങി നിന്നില്ല
VS നടത്തിയ പോരാട്ടം, കേരളത്തെ പിടിച്ചുകുലുക്കിയ പാമോയിൽ, മുല്ലപ്പെരിയാർ, മതികെട്ടാൻ, മൂന്നാർ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ VS കുരിശുയുദ്ധം നടത്തി. പലപ്പോഴും VSന് തൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പാർട്ടിക്കുള്ളിലും പുറത്തും ഒരുപോലെ പോരാടേണ്ടി വന്നിട്ടുണ്ട്. പാർട്ടി തെറ്റാണ് എന്ന് പറഞ്ഞ് VSനെ ശിക്ഷിക്കുമ്പോഴും താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു VS അച്യുതാനന്ദൻ. താൻ പറഞ്ഞ നിലപാടുകളിൽ, താൻ കണ്ടെത്തിയ ശരികളിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെടുന്നതുവരെ പിന്മാറാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ മൗനത്തിലേക്ക് മടങ്ങും, പക്ഷേ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും. 10 തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച VS 3 തവണ തോൽവിയും 7 തവണ വിജയവുമാണ് നേടിയത്. 1965-ലും 1977-ലും അമ്പലപ്പുഴയിലും 1996-ൽ മാരാരിക്കുളത്തുമാണ് VS തോൽവി നേരിടേണ്ടി വന്നത്. 2 തവണ അമ്പലപ്പുഴയുടെയും 1 തവണ മാരാരിക്കുളത്തെയും 4 തവണ മലമ്പുഴയിലെയും MLA ആയി VS. കേരളീയ പൊതുജീവിതത്തിൽ ഇത്രയധികം സ്വന്തം ശൈലി പരാവർത്തനം ചെയ്ത് പരിവർത്തനം വന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് VS അല്ലാതെ വേറൊരാളുണ്ടാവില്ല. പാർട്ടി അച്ചടക്കം പോലെ തൻ്റെ ശൈലിയിലും കാർക്കശ്യം പുലർത്തിയിരുന്ന VS പിന്നീട് അതിനെ പൊതുസമൂഹത്തിന് ഇണങ്ങുന്ന വിധത്തിൽ തൻ്റേതായ രീതിയിൽ മാറ്റിയെഴുതി. ആശയങ്ങളിലും നിലപാടുകളിലും അണുവിട വ്യത്യാസപ്പെട്ടില്ലെങ്കിലും സമീപനത്തിൽ VS മറ്റൊരു രീതി സ്വീകരിച്ചു. തൊഴിലാളി യൂണിയനുകളുടെയും പാർട്ടി പരിപാടികളുടെയും ഒപ്പം മാത്രമായിരുന്ന VS അച്യുതാനന്ദൻ കേരളീയരുടെ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന നേതാവായി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടി. വിശ്വസിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാവായ ഒരു നല്ല മനുഷ്യനായി VSനെ മലയാളി കണ്ടു. രാഷ്ട്രീയ എതിരഭിപ്രായങ്ങൾക്കപ്പുറം VS ഉയർന്നു വന്നു. 1996-ലെ LDF സർക്കാർ ഭരിക്കുമ്പോഴാണ് LDF കൺവീനറായിരുന്ന VS മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടുന്നത്. അത് VS എന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയ ശൈലിയിൽ വന്ന മാറ്റങ്ങളുടെ ആരംഭത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏറ്റവും ചെറിയൊരു കാര്യം മുതൽ ഏതു വിഷയത്തിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾക്ക് സമീപിക്കാവുന്ന നേതാവായി VS ഉയരുകയായിരുന്നു. CPMൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ VSൻ്റെ 8 പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനം ദരിദ്ര ജനതയുടെ പോരാട്ട സമര ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. പുന്നപ്ര വയലാർ സമരനായകൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സാമാജികൻ, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ, ദേശാഭിമാനി പത്രാധിപർ തുടങ്ങിയ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. 2006 മെയ് 18-ന് കേരളത്തിൻ്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രായം 83 VS അച്യുതാനന്ദന്. ചതിയുടെ രാഷ്ട്രീയ അടവുകൾ ആർക്കെതിരെയും പ്രയോഗിച്ചിട്ടില്ലെന്ന ആത്മവിശ്വാസമാണ് തൻ്റെ രാഷ്ട്രീയ ജീവിത സമ്പത്തെന്ന് VS ആവർത്തിച്ചു പറയുമായിരുന്നു. ജനകീയ ഇടപെടലിൽ നിന്ന് പൊതുജീവൻ നേടുന്ന നേതാവായിരുന്നു VS എന്നാൽ വിശ്വസ്തനായ സഖാവ് എന്നുകൂടി ചുരുക്കം. എങ്ങനെയാണ് സഖാവിന് ഈശ്വരവിശ്വാസം ഇല്ലാതായത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി തൻ്റെ തന്നെ ജീവിതാനുഭവമായിരുന്നു. അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് മാരകാസുഖമായ വസൂരി പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി രോഗിയെ അതിനകത്താക്കും. ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ടുകൊടുത്താലായി. പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കാമായിരുന്നു. ദുരിതത്തിന് അവസാനം മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയുകയും ചെയ്യും. എൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി. ഞാനന്ന് നന്നേ ചെറുപ്പം. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും. ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു തരും. നോക്കിയാൽ പുര മാത്രം കാണാം. അമ്മ ഒരു പക്ഷേ ഓലപ്പഴുതിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. ഒരു നിമിഷം സഖാവ് നിശബ്ദനായി. പിന്നെ തുടർന്നു.
കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനോടൊപ്പം തിരിച്ചു പോരും. അമ്മയുടെ അസുഖം മാറുവാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ഒന്നറിയുമായിരുന്നില്ല. പിന്നീടെപ്പോഴോ അമ്മ പോയി എന്നറിഞ്ഞു. അച്ഛൻ മാത്രമായിരുന്നു പിന്നെ ഏക ആശ്രയം. അച്ഛൻ അമ്മയില്ലാത്ത കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജ്വരം പിടിപെട്ട് അച്ഛനും മരണക്കിടക്കയിലായി. പേടിച്ചു വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ടുകിടന്ന് രാത്രി മുഴുവൻ അച്ഛനെയെങ്കിലും തിരികെ തരണേ എന്ന് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കും. കുരുന്നുകളായ ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി. അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കേണ്ടെന്ന് തോന്നി എന്ന് VS പറഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഇരുളടഞ്ഞ വഴികളിലൂടെയാണ് അദ്ദേഹം നടന്നു വന്നതെന്ന്. തൻ്റെ വാർദ്ധക്യത്തെ പരിഹസിച്ചവരോട് തലയുയർത്തി VS ഉരുവിട്ട കവിത ഇങ്ങനെയായിരുന്നു: തല നരയ്ക്കുന്നതല്ലെൻ്റെ വാർദ്ധക്യം, തല നരയ്ക്കാത്തതല്ലെൻ്റെ യുവത്വം, കൊടിയ ദുഷ്പ്രഭുത്വത്തിനു മുന്നിൽ തല കുനിക്കാത്തതാണെൻ്റെ യൗവനം. അതായിരുന്നു VS എന്ന പോരാളി. കരഞ്ഞു തീരേണ്ടിയിരുന്ന ബാല്യത്തെ അധ്വാനം കൊണ്ട് ജയിച്ചവൻ, ജയിലിൽ തീരേണ്ടിയിരുന്ന യൗവനത്തെ വിപ്ലവം കൊണ്ട് ജയിച്ചവൻ, പ്രതീക്ഷയറ്റ ഭാവിയെ പോരാട്ടം കൊണ്ട് ജയിച്ചവൻ, തളർന്നുറങ്ങേണ്ട വാർദ്ധക്യത്തെ കർമ്മം കൊണ്ട് ജയിച്ചവൻ. ഇങ്ങനെ എത്രമാത്രം വിശേഷണങ്ങൾ പറഞ്ഞാലും തീരില്ല VSനെ കുറിച്ച്. പാർട്ടിക്കതീതമായി ജനങ്ങളിലേക്ക് വളർന്ന അപൂർവ നേതാക്കളിൽ ഒരാളായിരുന്നു VS. ഇടതുപക്ഷത്തെ ജനകീയ പക്ഷമാക്കിയ സമരവീര്യമാണ് VS. മലയാളി ഭൂമിയിലുള്ളിടത്തോളം കാലം ഈ കമ്മ്യൂണിസ്റ്റ് എന്നും ഓർമ്മിക്കപ്പെടും. നിസ്വരായ ഒരു ജനതയുടെ സ്വപ്നങ്ങളിലും ഹൃദയങ്ങളിലുമാണ് അദ്ദേഹം പ്രത്യാശയുടെ കിരണങ്ങൾ പടർത്തിയത്. സത്യത്തിൻ്റെയും നീതിയുടെയും ശബ്ദമാണ് കേരളം VSലൂടെ കേട്ടത്. മനുഷ്യനോട് സത്യസന്ധത പുലർത്തിയ ഭരണാധികാരിയായിരുന്നു VS. ഒപ്പം കേരളത്തിൻ്റെ പോരാട്ട സമര ചരിത്രത്തിലെ വിപ്ലവ സൂര്യനും.